ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ചക്രമുടിയിലെ കയ്യേറ്റക്കാർ വീണ്ടും മേഖലയിൽ സജീവമാകാൻ ശ്രമിക്കുന്നതായി പരാതി. മുൻപ് കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത് സീൽ ചെയ്ത ഗേറ്റ് തകർത്തു. കയ്യേറ്റക്കാർ തകർത്തതാണോ എന്ന് സംശയമുണ്ടെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചക്രമുടി മലനിരകൾ വ്യാപകമായി കയ്യേറുകയും നീലക്കുറിഞ്ഞികളടക്കം പിഴുതെറിഞ്ഞ് നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ചെയ്തത് വിവാദമായതോടെ സർക്കാർ ഇടപെടുകയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും കയ്യേറ്റ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന റിസോർട്ട് ഏറ്റെടുത്ത് സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടേക്കുള്ള വഴിയിലെ ഗേറ്റും റവന്യൂ വകുപ്പ് സീൽ ചെയ്താണ് മടങ്ങിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടതോടെയാണ് ഗേറ്റ് തകർത്ത് ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കയ്യേറ്റ മാഫിയ മേഖലയിൽ പിടിമുറുക്കുകയാണോ എന്ന സംശയമാണ് പ്രദേശവാസികളും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും മുന്നോട്ട് വെക്കുന്നത്. സീൽ ചെയ്ത ഗേറ്റ് തകർത്ത് ആളുകൾ അകത്ത് കടന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അതേസമയം ചക്രമുടി മലമുകളിൽ ആദിവാസി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് നിർമ്മിച്ച് തടയണ പൊളിച്ച് ജലമൊഴുക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചക്രമുടിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുമെന്ന നിലപാടിലാണ് ആദിവാസി ജനവിഭാഗമടക്കമുള്ളവർ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.